ലീഗിൽ സ്ഥാനാർത്ഥിത്വമാണ് പ്രശ്നമെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടും താനൂരിൽ പ്രചരണം തുടങ്ങാതിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, മുൻ മന്ത്രി കൂടിയായ ശ്രീ വി അബ്ദുറഹ്മാനാണ്. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണോ വി അബ്ദുറഹ്മാൻ മാറി നിൽക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അനുമോദം കൗതുകമാണ് കാര്യങ്ങൾ. അത്ര വലിയ ആരോഗ്യ പ്രശ്നമുള്ള ഒരാളായി നമുക്ക് അബ്ദുറഹ്മാനെ തോന്നുന്നില്ല. അദ്ദേഹം സജീവമായി തന്നെ ഈ മന്ത്രി പദവിയിൽ ഉടനീളം രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം ലഭിച്ചിട്ടും മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ പ്രചരണ രംഗത്തില്ല എന്നുള്ളതൊരു കൗതുകം ഉണർത്തുന്നുണ്ട്, ഒപ്പം ആശങ്കയും ഉണർത്തുന്നുണ്ട്. എന്തായിരിക്കും അബ്ദുറഹ്മാന്റെ മനസ്സിൽ? എന്തെങ്കിലും സൂചനകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പങ്കുവെക്കുന്നുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ 2 ദിവസമായി അബ്ദുറഹ്മാൻ പ്രചരണ രംഗത്തില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസും പാർട്ടിയൊക്കെ തന്നെ വിശദീകരണം നൽകുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അബ്ദുറഹ്മാന് താനൂരിൽ വീണ്ടും മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അദ്ദേഹം അത് മറ്റൊരു മണ്ഡലത്തിലേക്ക്, തവനൂരിലേക്കോ തിരൂരിലേക്കോ പൊന്നാനിയിലേക്കോ മാറാനുള്ള സന്നദ്ധത അറിയിച്ചെങ്കിലും പാർട്ടി സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിലൊരു അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തന്റെ താല്പര്യം പരിഗണിക്കാതെ തന്നെ താനൂരിൽ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചു എന്ന തരത്തിൽ തന്നെയാണ് അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ നടപടികൾ. അദ്ദേഹം ഒരു പ്രചരണത്തിൽ സജീവമാകാത്തതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളുണ്ടോ എന്ന കാര്യത്തിലും ചില കാര്യങ്ങൾ അത്തരത്തിൽ വരുന്നുണ്ട്. ഒന്ന്, UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാ തവണയും ഇടതുപക്ഷം ചെയ്യുന്നത് പോലെ അതൃപ്തരായവരെ കണ്ടെത്തി ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രം, അത് ഇത്തവണയും പയറ്റാനുള്ള ഒരു ആലോചന തന്നെയാണ് LDF-ന്റെ ഭാഗത്ത് നിന്ന് എന്ന് വേണം സംശയിക്കാൻ. ഒരുപക്ഷെ നമുക്കത് സ്ഥിരീകരിച്ച് പറയുന്നതല്ല, ഒരുപക്ഷെ താനൂരിൽ മറ്റൊരു അതൃപ്തനായ UDF-ലെ പ്രതിനിധിയെ കൊണ്ടുവന്ന് അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിലേക്ക്, തിരൂർ ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണ്. തിരൂർ അബ്ദുറഹ്മാന്റെ വീട് നിൽക്കുന്ന മണ്ഡലം കൂടിയാണ്. അദ്ദേഹം പലതവണ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചൊരു മണ്ഡലം കൂടിയാണ്. അവിടേക്ക് അബ്ദുറഹ്മാൻ മാറാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനാകില്ല. അതൊരു സ്ഥിരീകരിച്ച വിവരമല്ല, ഒരു സൂചന, അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള നീക്കം നടക്കുന്നു എന്ന സൂചന മാത്രമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആ ഒരു നീക്കം വിജയിച്ചു കഴിഞ്ഞാൽ UDF-ലെ ഏതെങ്കിലും ഒരു അതൃപ്തനായ പ്രതിനിധിയോ നേതാവോ താനൂരിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അബ്ദുറഹ്മാൻ മണ്ഡലം മാറാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. അത് തുറന്നിട്ടിരിക്കെ തന്നെയാണ് അത്തരം ചർച്ചകൾക്കുള്ള വാതിൽ. പാർട്ടി നേതൃത്വവും അക്കാര്യത്തിൽ അബ്ദുറഹ്മാനോട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. തീർച്ചയായും. ഏതായാലും ലീഗിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പുറത്ത് താനൂരിലും LDF-ൽ അനിശ്ചിതത്വം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വടക്കൻ മലബാർ മേഖലയിലും നിരവധി മണ്ഡലങ്ങളിൽ ഇത്തരം പ്രതിസന്ധികൾ പല പാർട്ടികളും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ് MS സനീഷ് കുമാറും CV അനുമോദും റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.